വെൽക്കം ടു മാർക്ക് പ്ലസ്. എല്ലാവർക്കും മാർക്ക് പ്ലസിലേക്ക് സ്വാഗതം. ഹലോ ചിൽഡ്രൻ, ഹൗ ആർ യു? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആക്ടിവിറ്റി ബുക്കിലെ മൂന്നാമത്തെ യൂണിറ്റ് ആണ്. മൂന്നാമത്തെ യൂണിറ്റ് നമ്മൾ പഠിച്ചില്ലേ? എന്താണത്? വാക്ക്, വാക്ക് ആൻഡ് വാക്ക്. ഇനി നമുക്കതിന്റെ ആക്ടിവിറ്റീസ് ചെയ്ത് നോക്കാം. ഡോണ്ട് യു സീ ദ ഫ്ലവർ ആൻഡ് ദ ബട്ടർഫ്ലൈ? ഇവിടെ നിങ്ങൾ ഫ്ലവറും ബട്ടർഫ്ലൈയും കാണുന്നുണ്ടോ? ഫ്ലവറും ബട്ടർഫ്ലൈയും കണ്ടോ? കൗണ്ട് ദ പെറ്റൽസ് ഓഫ് ദ ഫ്ലവർ, കളർ ദ നമ്പർ ആൻഡ് ദ പെറ്റൽസ്. ഇവിടെ ഫ്ലവർ നോക്കൂ, അതിൽ എത്ര ഇതളുകളാണുള്ളത്? എണ്ണി നോക്കൂ. 1 2 3 4 5 6 7. 7 ഇതളുകളാണുള്ളത് അല്ലേ? അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള നമ്പറിൽ 7 നേരെ കളർ ചെയ്യണം. ഇതളിനും നമ്പറിനും ഒരേ നിറം കൊടുക്കാം. അപ്പോൾ ഇവിടെ 7 പെറ്റൽസ് ആണുള്ളത്. ഡു ദ സെയിം വിത്ത് ദ ബട്ടർഫ്ലൈ. ബട്ടർഫ്ലൈയും അതുപോലെ തന്നെ ചെയ്യുക. ബട്ടർഫ്ലൈക്ക് എത്ര പെറ്റൽസ് ആണുള്ളത്? 1 2 3 4. 4 ആണ്. അപ്പോൾ 4 എന്ന നമ്പറിനെ കളർ ചെയ്യുക. എവിടെയാണ് 4 ഉള്ളത്? അതെ, അപ്പോൾ 4നെ കളർ ചെയ്യാം. ബട്ടർഫ്ലൈക്കും 4നും സെയിം കളർ ചെയ്താലോ? Draw petals. See the numbers. Make the petals by dipping your fingertips in paint. താഴെ കൊടുത്തിട്ടുള്ള നമ്പേഴ്സ് നോക്കുക. എന്നിട്ട് എത്ര എണ്ണമാണുള്ളത് അത്രയും പെറ്റൽസ് അതിന് നേരെ വരച്ചു കൊടുക്കുക. എങ്ങനെയാണ് വരച്ചു കൊടുക്കേണ്ടത്? നിങ്ങളുടെ ഫിംഗർ പെയിന്റിൽ ഡിപ്പ് ചെയ്യുക. എന്നിട്ട് അതിന് നേരെ എത്ര എണ്ണമാണുള്ളത് അത്രയും പെറ്റൽസ് വരച്ചു കൊടുക്കുക. ഇതുപോലെ ചെയ്യുക. Let's write. Look at the picture below. Count and write the number of fingers raised in each circle. താഴെ തന്നിട്ടുള്ള ചിത്രം നോക്കുക. എന്ത് ചിത്രമാണുള്ളത്? ഹാൻഡ് ആണല്ലേ? കൈയിന്റെ ചിത്രമാണുള്ളത്. ഓരോ കൈയിലും വിരലുകൾ ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ ഓരോ കൈയിലെയും ഉയർത്തിയ വിരലുകളുടെ എണ്ണം എഴുതാനാണ് പറയുന്നത്. ആദ്യത്തേതിൽ എത്ര വിരലുകളാണ് ഉയർത്തിയിട്ടുള്ളത്? 3. അടുത്തത് 1 2 3 4 5 6 7 8 9. അടുത്തത് 1. അടുത്തത് 1 2 3 4. അടുത്തത് 1 2 3 4 5 6. അടുത്തത് 2. പിന്നെ 1 2 3 4 5 6 7 8. പിന്നെ 1 2 3 4 5. അടുത്തത് 1 2 3 4 5 6 7. എല്ലാം എഴുതിയില്ലേ? Then let's write the above numbers in order. ഇനി മുകളിൽ നമ്മൾ എഴുതിയ നമ്പറിനെ ഓർഡറിൽ എഴുതുക. ഇങ്ങനെയാണ് എഴുതേണ്ടത്. 1 2 3 4 5 6 7 8 9. Set of hats. The hat seller started his journey with 7 hats. നമ്മുടെ ഹാറ്റ് സെല്ലറെ എത്ര ഹാറ്റും കൊണ്ടാണ് യാത്ര തുടങ്ങിയത്? 7 hats ആണ്. How many hats can be in each hand to make total of 7? Draw and match. അപ്പോൾ നമ്മളെ ഹാറ്റ് സെല്ലറിനെ 2 കൈയിലുമായിട്ട് ഹാറ്റ്സ് പിടിക്കണം. അപ്പോൾ ഓരോ കൈയിലും എത്ര ഹാറ്റ്സ് വീതമാണ് പിടിക്കേണ്ടത്? നോക്കൂ, ആദ്യത്തെ കൈയിൽ 4 ഹാറ്റ്സ് ഉണ്ട്. അപ്പോൾ മറ്റേ കൈയിൽ എത്ര ഹാറ്റ്സ് ഉണ്ടാകും? 4 and 3 make 7. 4 and 3 make 7. Then ഫസ്റ്റ് ഹാൻഡില് 5 ഹാറ്റ്സ് ആണുള്ളത്. അതിന്റെ കൂടെ എത്ര ചേർന്നാലാണ് 7 ആവുക? 2 ഹാറ്റ്സ്. അടുത്തത് 1 ഹാറ്റ് ആണുള്ളത്. അതിന്റെ കൂടെ എത്ര ചേർന്നാലാണ് 7 ആവുക? 6.
അടുത്തത് നോക്കൂ, ഇവിടെ 3 hats ആണുള്ളത്. അതിന്റെ കൂടെ എത്ര ചേർന്നാലാണ് 7 ആവുക? 4. Write down the matching numbers. ഇനി നമുക്ക് അതിനെ ഇവിടെ എഴുതാം. 4 and 3 make 7. 2 and 5 make 7. 4 and 3 make 7. 6 and 1 make 7. Let's make hangings. Are these as many flowers in the hanging as given in each box? താഴെ കൊടുത്തിട്ടുള്ള ഹാങ്ങിങ്ങിൽ ശരിയായ എണ്ണമുള്ള ഫ്ലവർ ഉണ്ടോ? എണ്ണി നോക്കാം. ആദ്യത്തേതിൽ 9 ഫ്ലവർ ആണ് വേണ്ടത്. 9 ഉണ്ടോ എന്ന് നോക്കാം. 1 2 3 4 5 6 7 8. 8 ഫ്ലവർ ആണുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ 1 ഫ്ലവർ കൂടി വരച്ചു കൊടുക്കണം. അപ്പോൾ 9 ഫ്ലവർ ആകും. ഇനി 5. ഇവിടെ 5 ഫ്ലവർ ഉണ്ടോ? 1 2 3 4. 4 ആണുള്ളത് അല്ലേ? അപ്പോൾ 1 കൂടി ഇവിടെ വരച്ചു കൊടുക്കാം. ഇവിടെ 1 2 3 4 5. 5 ആണുള്ളത് അല്ലേ? 7 ആവണമെങ്കിൽ എത്ര ഫ്ലവർ വരച്ചു കൊടുക്കണം? 6 7. 2 ഫ്ലവേഴ്സ് കൂടി വരച്ചു കൊടുക്കണം. ഇവിടെ എത്ര ഫ്ലവർ ആണുള്ളത്? 2 ആണുള്ളത് അല്ലേ? അപ്പോൾ ഇവിടെ 6 ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെ എത്ര ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കണം? 1 2 3 4 5 6. ഇവിടെ 4 ഫ്ലവേഴ്സ് കൂടി വരച്ചു കൊടുക്കണം. ഇവിടെ എത്ര എണ്ണമാണുള്ളത്? 8. ഇവിടെ 8 ഫ്ലവേഴ്സ് ഉണ്ടോ? 1 2 3 4 5 6. 6 ഫ്ലവേഴ്സേ ഉള്ളൂ അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ എത്ര വരച്ചു കൊടുക്കണം? 2 ഫ്ലവർ കൂടി വരച്ചു കൊടുക്കണം. ഇവിടെ ഒരു ഫ്ലവേഴ്സും ഇല്ല. അപ്പോൾ നമ്മൾ ഇവിടെ എത്ര വരച്ചു കൊടുക്കണം? 6 ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കണം. ഇവിടെ 3 ഫ്ലവേഴ്സ് ആണുള്ളത്. അപ്പോൾ 7 ഫ്ലവേഴ്സ് ആവണമെങ്കിൽ എത്ര എണ്ണം കൂടി വരച്ചു കൊടുക്കണം? 1 2 3 4. 4 ഫ്ലവേഴ്സ് കൂടി വരച്ചു കൊടുക്കണം. ഇവിടെ 8 ഫ്ലവേഴ്സ് ആണുള്ളത്. ഇവിടെ എത്ര എണ്ണം ഉണ്ടെന്ന് നമുക്ക് കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7. 7 ഫ്ലവേഴ്സ് ആണുള്ളത്. അപ്പോൾ 1 കൂടി വരച്ചു കൊടുക്കണം. ഇവിടെ എത്ര ഫ്ലവേഴ്സ് ആണുള്ളത്? 1 2 3 4 5 6 7 8 9. ഇവിടെ എല്ലാ ഫ്ലവേഴ്സും ഉണ്ടല്ലേ? അപ്പോൾ നമ്മുടെ ഇവിടെ ഒന്നും വരച്ചു കൊടുക്കേണ്ടതില്ല. How many flowers are there in each hanging now? ഇപ്പോൾ ഓരോ ഹാങ്ങിങ്ങിലും എത്ര ഫ്ലവേഴ്സ് ആയി? ആദ്യത്തേതിൽ 9, then 5 7 6 8 6 7 8 9. Draw the flowers to match the number given on top of each hanging. നമ്മളിവിടെ ഓരോ ഹാങ്ങിങ്ങിലും എത്ര ഫ്ലവേഴ്സ് ആണ് വരച്ചു കൊടുത്തത്? ഇവിടെ എഴുതാം. ആദ്യത്തേതിൽ നമ്മൾ എത്ര വരച്ചു കൊടുത്തു? 1, പിന്നെ 1, പിന്നെ 2, പിന്നെ 4, പിന്നെ 2 6 4 1. Who am I? ഞാൻ ആരാണ്? Color the picture of the number that gives the answer in each box. I have 2 ones. എന്നിൽ 2 ഒന്നുകളുണ്ട്. 2 ഒന്ന് ചേർന്നാൽ എത്രയാണ് മക്കളെ? 1 and 1 make 2. I am half of 4. ഞാൻ 4ന്റെ പകുതിയാണ്. അപ്പോൾ ഞാൻ ആരാണ്? Tell me who am I? I am 2. I am big. I am big. 2 4 7 and 8 start their fight. Who is the biggest among them? ഞാൻ വലുത് എന്ന് പറഞ്ഞ് 2ഉം 4ഉം 7ഉം 8ഉം അടിപിടി കൂടുന്നുണ്ട്. അപ്പോൾ ഇതിൽ ആരാണ് വലുത്? കുട്ടികൾ പറയൂ. ഇതിൽ 8 ആണല്ലേ വലുത്. അപ്പോൾ നമുക്കിവിടെ 8 എന്ന് എഴുതി കൊടുക്കാം. When 1 is added, I am 6. When 1 is left, I am 4. Who am I? എന്റെ കൂടെ 1 കൂടിയാൽ ഞാൻ 6 ആകും. എന്നിൽ നിന്നും 1 കുറച്ചാൽ ഞാൻ 4 ആകും. അപ്പോൾ ഞാൻ ആരാണ്? 6ൽ നിന്നും 1 മൈനസ് ചെയ്തു നോക്കൂ. 6ൽ നിന്നും 1 മൈനസ് ചെയ്താൽ 5.
ഫോറിന്റെ കൂടെ 1 ചേർത്ത് നോക്കൂ. ഫോറിന്റെ കൂടെ 1 ചേർത്താൽ 5. അപ്പോൾ ഞാൻ ഇവിടെ 5 ആണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് 5 എന്ന് എഴുതി കൊടുക്കാം.